കാര്യം ഈ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു ഹെലികോപ്റ്റർ യാത്ര വിവാദമായി. കൊച്ചിയിലേക്ക് വന്നു, വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി, അതിനുശേഷം വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. ഒരു വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹെലികോപ്റ്റർ യാത്ര ഇപ്പോൾ ഇതിപ്പോൾ കാലം മാറുമ്പോൾ കാറിന് പോയാൽ ഹെലികോപ്റ്റർ എടുക്കും. എന്താ പറഞ്ഞിരുന്നത്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. കാലം മാറുന്നതനുസരിച്ച് അത് കഴിഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒരിക്കൽ പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലൊപ്പം പോയിരുന്നല്ലോ. അത് വലിയ അത്ഭുതമാണോ? സർക്കാരിൻ്റെ ഖജനാവുന്ന കാശ് ചിലവായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പലതുമുണ്ട്. തിരുവനന്തപുരം RCCയിൽ കെട്ടിടത്തിൻ്റെ കോയില് മാത്രമേ ഉള്ളൂ, ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ താഴെത്തട്ടിൽ മാത്രമേ ഫർണിഷ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉദ്ഘാടനം നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം കൊടുത്തു, ഏത് കെട്ടിടം പൂർത്തിയായാൽ പോലും ആവശ്യത്തിലുള്ള സ്റ്റാഫ് പാറ്റേൺ ഒക്കെ വെച്ചതിന് ശേഷം മാത്രം ഉദ്ഘാടനം ചെയ്താൽ മതി. കാരണം ഇനി 5 വർഷമുണ്ട്, ഞങ്ങളുടെ പേരൊക്കെ വരുന്നതിന് ഇനിയും ഒരു ക്ഷാമവുമില്ല. അതുകൊണ്ട് ഇമാതിരി ഉദ്ഘാടനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതിൻ്റെ യോഗം വിളിച്ച് അതിൻ്റെ നടപടി സ്വീകരിക്കണം. ഞാൻ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തുറക്കണം എന്ന് ഉള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല, എല്ലായിടത്തും ഇതിനെ സ്തുതി. PM ശ്രീ പദ്ധതിയെ ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ തീർന്നിട്ടില്ല. ഇന്നും പ്രതിപക്ഷ നേതാവ് അത് ഒരു ഇരട്ടത്താപ്പാണ് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഒപ്പുവെച്ച് പിന്നെ എന്തിനായി വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? ഇനി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാം എന്ന് കേന്ദ്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറും, സംശയമൊന്നും വേണ്ട. അതല്ല, പിന്മാറാൻ സാധ്യമല്ലെങ്കിൽ നിബന്ധനകളോടെ നടപ്പാക്കും. ഇത് രണ്ടും വ്യക്തമായിട്ട് സർക്കാർ പറഞ്ഞിട്ടില്ല. അതിലെന്ത് അത്ര സംശയം എന്താ? ഇതുവരെയായിട്ട് അവർ പിന്മാറാനുള്ള സാധ്യത പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തെ കിട്ടേണ്ട ഫണ്ട് വാങ്ങണ്ടേ? പിന്നെന്താ? കേന്ദ്രത്തെ ഫണ്ടില്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? സ്റ്റേറ്റിന് മാത്രമായിട്ട് ഫണ്ട് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും? സംസ്ഥാനത്തിന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാനാണ് അധികം വെള്ളം ചേർക്കലിൻ്റെ ആശാനാണ്.